ഹായ് ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഒരു ചെറിയ വ്ളോഗായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇറ്റലിയിലെ ഞങ്ങളുടെ സ്ഥലത്ത് നടന്ന സമ്മർ ഫെസ്റ്റിവലും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു നോക്കാം. സമ്മർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വീക്കെൻഡും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളായിരിക്കും കേട്ടോ. മിക്കവാറും ആഘോഷങ്ങളിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ കുട്ടികളും ഹാപ്പിയാവും, കൂടെ നമ്മളും. ഈ ഒരു ഉത്സവം ശരിക്കും കൊയ്ത്തിൻ്റെ ഉത്സവമായിട്ടാട്ടോ അറിയപ്പെടുന്നത്. അപ്പോൾ ആ പേര് തന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത്. ബത്തൂറ എന്നുള്ള ഇറ്റാലിയൻ നെയിമിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഉത്സവം അറിയപ്പെടുന്നത്. ഈ ഒരു സ്ഥലത്ത് താമസക്കാർ വളരെ കുറവാണെങ്കിലും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ സ്ഥലത്തു നിന്ന് ആളുകൾ വരും കേട്ടോ. കണ്ടിരിക്കാനും കേട്ടിരിക്കാനും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ്. ഇനി ഇതിൽ പങ്കെടുക്കാൻ വരുന്ന ഒട്ടുമുക്കാലും ഇറ്റാലിയൻസ് ധരിക്കുക അവരുടെ പ്രാചീനകാല വസ്ത്രമായിരിക്കും കേട്ടോ. അതെല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഏകദേശം ഒരു 3 ദിവസത്തോളം കേട്ടോ ഈ ഒരു ഫെസ്റ്റിവലിൽ നീണ്ടു നിൽക്കും. പിന്നെ ഈ കാണുന്ന പോലെ ഒരുപാട് സ്റ്റാളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പലതിൻ്റെതും ഫുഡ് ഐറ്റംസിൻ്റെ ഉണ്ട്, ഡ്രസ്സിൻ്റെ ഉണ്ട്, ജ്വല്ലറി ഐറ്റംസ് ഉണ്ട്, അങ്ങനെ പലതിൻ്റെ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പതിയായിരുന്നു പിന്നെ ഇവിടെ നിന്നുള്ള നടത്തം അങ്ങോട്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ളത് ഇറ്റാലിയൻസ് മാത്രമാണ്. അതിന് കാരണം ഞങ്ങളെ കൂടാതെ വേറെ മലയാളികളോ ഇന്ത്യക്കാരോ ഒന്നും ഇവിടെയില്ല. പിന്നെ ഇവിടെ ഉള്ളത് റഷ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, പിന്നെ കുറച്ച് ബംഗ്ലാദേശുകാരും ആട്ടോ ഇവിടെയുള്ളത്. ഇതൊരു കുങ്കുമപ്പൂവിൻ്റെ സ്റ്റാളായിരുന്നു കേട്ടോ. കുങ്കുമപ്പൂ ചേർത്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളും മാത്രമല്ല കുങ്കുമപ്പൂവിൻ്റെ വിത്ത് അങ്ങനെയുള്ള പല സാധനങ്ങളുമായിരുന്നു കേട്ടോ അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റാളുകളിലും ഓരോരോ പ്രത്യേകതയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ കാണുന്നതും. പിന്നെ ഈ ഒരു ഫെസ്റ്റിൽ മെയിനായിട്ട് കാണുക കർഷകർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളുമാണ്. പഴയ കാലത്ത് അവർ കൃഷി ചെയ്തിരുന്ന പല ഉപകരണങ്ങളും അന്നത്തെ കാലത്ത് അവർ സഞ്ചാരത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവണ്ടികൾ, കുതിര ഒക്കെ ചേർത്തുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു റാലി കൂടി ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നീണ്ടു കിടക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതുപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റാളുകൾ തന്നെയായിരുന്നു. ഓരോ സ്റ്റാളുകളിലും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതയുള്ള സാധനങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റാളിൽ വ്യത്യസ്തമായിട്ടുള്ള ജ്വല്ലറികളായിരുന്നു കേട്ടോ അവർ കൊടുക്കുന്നത്. അപ്പോൾ ചോദിച്ചറിഞ്ഞ് വന്നപ്പോഴാണ് അവർ ഈജിപ്തിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളാണ് മെയിനായിട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞത്. അവരതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെറ്റീരിയലും അതിൻ്റെ ആ ഒരു ഫാഷനും ഒക്കെ കൊണ്ടാകട്ടെ പെട്ടെന്ന് തന്നെ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കുന്നത്. പിന്നെയുള്ളത് കുട്ടികൾക്കായിട്ടുള്ള അല്ലറ ചില്ലറ ടോയ്സ് ഒക്കെ ആയിട്ടുള്ള സ്റ്റാളുകളും ഒക്കെ ആയിട്ടായിരുന്നു. ഇത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ മേടിച്ച് ഇവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തേക്ക്. പിന്നെ സമ്മറായി തുടങ്ങിയത് കൊണ്ട് സൺ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കുറേ പ്രൊഡക്റ്റുകൾ കൂടി അവരോട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുട്ടികൾക്കായിട്ടുള്ള നാച്ചുറൽ പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 1-2 എണ്ണം ഞാനും മേടിച്ചു.
അങ്ങനെ നടന്നു നീങ്ങിയ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് സീറ്റ് പിടിച്ചു. പിന്നെ അധികം താമസിച്ചില്ല, അവിടെ നിന്നുള്ള മ്യൂസിക് പ്രോഗ്രാമുകളും കൂടെ സ്റ്റാർട്ടായി. ഇതൊക്കെ കേട്ടിരിക്കാൻ മാത്രമല്ല കേട്ടോ, കണ്ടിരുന്ന് ആസ്വദിക്കാനും നല്ല കാഴ്ചകളാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവിടെ എല്ലാവരും വീക്കെൻഡിൽ 2 ദിവസം കിട്ടിയാൽ അല്ലെങ്കിൽ 3 ദിവസം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം എല്ലാവരും പുറത്തേക്ക് പോയി എൻജോയ് ചെയ്യാനാണ് കേട്ടോ ശ്രമിക്കുക. ഇനി ഇങ്ങനെയുള്ള ഈ ഫെസ്റ്റിവലെല്ലാം സമ്മർ ടൈമിൽ തുടങ്ങുക വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരം തുടങ്ങിയിട്ട് രാവിലെ വരെ നീണ്ടു നിൽക്കും കേട്ടോ ഇവിടുത്തെ പാട്ടും മേളവും ആഘോഷവും ഒക്കെ. സമ്മർ ആയതുകൊണ്ട് ഇതുവരെ സൺലൈറ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ. പക്ഷേ സമയം ഏകദേശം 8:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇവിടെ വരുന്നതിനകത്ത് മെയിനായിട്ടുള്ളൊരു ഐറ്റമാണ് ക്രഷൻ തീനി. ഇത് ഈ ഒരു സമയത്ത് മാത്രമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത്. അത് ട്രഡീഷണൽ ആയിട്ട് തന്നെ അവരതിൻ്റെ ഒരു സൈഡിൽ അത് ഉണ്ടാക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം കുറച്ച് നേരം നീണ്ടു നിന്ന ക്യൂ ആയിട്ടോ കൃഷ്ണ തീനിക്കുണ്ടായിരുന്നത്. എന്തായാലും സംഭവം എല്ലാം കിട്ടി. നല്ല ചൂടോടുകൂടി തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവിടെ ഇരുന്ന് ഞാൻ തന്നെ കഴിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കേട്ടോ ഒരു ചെറിയൊരു നറുക്കെടുപ്പും കാര്യങ്ങളും. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മൾ ചെയ്യുവല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം ആയിരുന്നതേ. അപ്പോൾ അതിൽ ആദ്യത്തെ വട്ടത്തിനത് ഞങ്ങൾക്ക് എല്ലാവർക്കും സേരിയ തന്നെയായിരുന്നു കിട്ടിയത് കേട്ടോ. അപ്പോൾ സേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഉണ്ടാവത്തില്ല, അതല്ലാതെ നമ്പർ ഉണ്ടാവും. ഈ നമ്പറിലാണ് അവർ ഓരോ ഗിഫ്റ്റുകൾ എഴുതിയിരിക്കുന്നത്. അതവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് എടുക്കാം. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് വട്ടം എഴുതിയപ്പം ഞങ്ങൾക്ക് മേടിച്ചു കിട്ടും ഒരു ചെറിയ പ്രൈസ്. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയതാണേ. പ്രൈസായിട്ട് കിട്ടിയിരുന്ന ഒരു സലോമിയാണ്, ഒരു ഹാമിൻ്റെ ഒരു ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതൊക്കെ മേടിച്ച് ഇനി അടുത്ത സ്ഥലത്തേക്ക്. ഇനിയുണ്ടായിരുന്ന നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കായിട്ട് ഒരു ചെറിയ സ്റ്റേജ് ആയിരുന്നു കേട്ടോ. ചെറിയ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ചെറിയ കളികളൊക്കെ ആയിട്ട് അവരത് വെച്ച് കൊടുത്തിരിക്കുമായിരുന്നു. അവരെ ഒന്ന് ഫ്രീ ആക്കാനും ഒന്ന് ഹാപ്പി ആക്കാനുമായിട്ട്. കളികളൊക്കെ ഏകദേശം ഒരു സ്ഥാനത്തെത്തി കേട്ടോ. കുട്ടികളൊക്കെ മടുത്തു തുടങ്ങി. പിന്നെ നമ്മളിനി വീട്ടിലേക്കുള്ള മടക്കമാണ്. അങ്ങനെ നല്ലൊരു ഫെസ്റ്റിവലിൽ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചിനി വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബായ്.